ബാക്കി ഉറങ്ങാം വണ്ടിയിലിരുന്നു. സാരി ബോക്സ് പ്ലീറ്റിംഗ്, ബ്രൈഡ് ഇവിടെ വെയിറ്റിംഗ്. നല്ല പളപളാന്ന് തിളങ്ങുന്ന ഡ്രസ്സ് കേട്ടോ, നല്ല യുണീക്ക് കളർ, നല്ല രസമുണ്ട്. പക്ഷെ ദുപ്പട്ട എടുക്കാൻ മറന്നുപോയല്ലേ. അത് കുഴപ്പമില്ല, വീട്ടിൽ ചെന്നിട്ട് അതിൽ ഇടാനുള്ള രീതി പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഹരിഗംഗയുടെ മേക്കപ്പ് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഗായത്രി നായർ, അമ്മ വേറൊരു വർക്കിന് പോയേക്കാം, ബട്ട് അമ്മ കൂടെ ഉണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. മേക്കപ്പ് സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏതെങ്കിലും പർട്ടിക്കുലർ രീതി വേണം എന്ന് മേക്കപ്പ് ഒക്കെ എന്തെങ്കിലുമൊക്കെ, അങ്ങനെ എന്തെങ്കിലും എല്ലാവർക്കും ഓരോ ആഗ്രഹം കാണുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമൊക്കെ ഉണ്ടോ? സ്മോക്കി 2 ദിവസം സ്മോക്കിയോടാണോ താല്പര്യം? ഒരു ദിവസം. അപ്പം നാളെ നമുക്ക് സ്മോക്കി ചെയ്യാം. ഓക്കെ, ട്രഡീഷണൽ ലുക്കിൽ ചെയ്യാം. ഇന്ന് നമുക്ക് ഷിമ്മറി ചെയ്താലോ? ഓക്കെ, സാരി ദേ റെഡി, ബോക്സ് പ്ലീറ്റ് ചെയ്ത സാരി എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഷിമ്മറിയും കൊടുത്തില്ല, ഒന്നും ചെയ്തില്ല. മാറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് ഒരു ഡാർക്ക് ഐഷാഡോ ആണ് കൊടുത്തത്. നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോവാൻ ഞാൻ വിളിച്ചുണർത്തി എഴുന്നേൽപ്പിച്ചതാണ്. സുഖമായിട്ട് ഉറങ്ങുവാണ്, കുറേ നേരം ആലോചനയിലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഉറക്കം പിടിച്ചു. എന്തായാലും നമുക്ക് പോയി ഹെയർ ഒക്കെ ചെയ്തിട്ട് ബാക്കി ഉറങ്ങാം വണ്ടിയിലിരുന്നു. നമ്മൾ ഈ മുടിയെ എൻഡ്, അതായത് ഫ്രണ്ട് ഫുൾ കേളി ആയിട്ട് മെസ്സി ആയിട്ട് സെറ്റ് ചെയ്തിട്ട് എൻഡ് മാത്രം നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് കേൾ ചെയ്തിടുന്ന ഒരു ലുക്കാണ് കൊടുക്കുന്നത്. ഓൾറെഡി പറഞ്ഞു ദുപ്പട്ട ആളെടുക്കാൻ വിട്ടുപോയി, അപ്പൊ വീട്ടിൽ പോയിട്ട് ഇടാനുള്ള രീതിയൊക്കെ ഇപ്പൊ പഠിപ്പിച്ചിട്ടിരിക്കുവാണ്. ഇന്നലത്തെ മേക്കപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. സ്മോക്കി ഐസ് ആകുമ്പോൾ എപ്പോഴും നമുക്ക് മാറ്റ് ഷെയ്ഡ്സേ കൊടുക്കാൻ പറ്റുള്ളൂ, ഷിമ്മർ കൊടുക്കാൻ പറ്റൂല. നല്ലൊരു അടാറ് നെറ്റിച്ചുട്ടിയാണ് കേട്ടോ, സ്ഥിരം കാണുന്ന ഒരു പാറ്റേണേ അല്ല. കാര്യം ഇത് കെം സ്റ്റോൺസ് ആണ് ഇതിൽ വരുന്നത്, അതായത് ടെമ്പിൾ ജ്വല്ലറിയിൽ ഉപയോഗിക്കുന്ന കെം സ്റ്റോൺസ്. നമ്മളിങ്ങനെ മെസ്സി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു റോൾസ് ചെയ്യാനാണ് പ്ലാൻ. അങ്ങനെ നമുക്കിനി സാരി ഉടുത്ത് ആഭരണം കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെഡി. ഇതാ, ഇത് നല്ല മെസ്സി ആയിട്ട് ഫ്രണ്ട് സെറ്റിങ് ചെയ്ത് കേട്ടോ, മെസ്സി ആയിട്ട് ഫ്രണ്ട് സെറ്റിങ് ചെയ്തിട്ട് ഇനി നമ്മൾ നെറ്റിച്ചുട്ടിയെ കൊട്ടിക്കും. ഇവിടെ ഒരു മെസ്സി കേൾ കൊടുത്തു, ബാക്കിലൊരു യു ഷേപ്പിലാണ് പൂ വെച്ച്. ഒരുപാട് പൂവൊന്നും നമ്മൾ വെച്ചില്ല, ആൾക്ക് ഒരുപാട് പൂ വെക്കുന്നത് ഇഷ്ടമല്ല.